പോലീസല്ല അറിഞ്ഞ അവിടുന്ന് വന്നവരാണ് ബി ജെ പിക്കാരാണ് അറിഞ്ഞത്. ഈ ബി ജെ പിക്കാർ എറിയുന്നെങ്കിൽ മന്ത്രിസഭയിലോട്ടല്ല എറിയുന്നത്. ഇവിടെ ഇപ്പൊ വന്ന് ധർണയ്ക്കിരിക്കുന്നത് നമ്മളെ ദേഹത്തോട്ടാണ് എറിയുന്നത്. കല്ലത്ര ഈ വശത്താണ് വീഴുന്നത്. ഈ വശത്ത് വീഴുമ്പോഴത്തേക്ക് ഇവിടെ വനിതാ പോലീസ് എന്ന് പറഞ്ഞാൽ ഈ വനിതകളെ സംരക്ഷിക്കാനുള്ളതാണ്. വയറ്റിൽ കല്ല് എറിഞ്ഞിട്ട് പോലും ഇവിടുത്തെ വനിതാ കമ്മീഷൻ എന്ന് പറയപ്പെടുന്ന വ്യക്തികള് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ പറഞ്ഞു ആംബുലൻസ് ഒക്കെ തന്നെ വിളിക്കാൻ വണ്ടി വിളിക്കാൻ പറഞ്ഞിട്ട് പോലും അവര് കൂട്ടാക്കിയിട്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാന്നല്ലേ പറഞ്ഞത് എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടാണ് എന്നോട് സംസാരിച്ചത്. കൊണ്ടുപോയല്ല കൊണ്ടുപോയത് അവര് ഇവിടെ വന്ന് പൊളയുന്ന കണ്ടിട്ട് പോലും ആരും താങ്ങാനില്ലാതെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരെ കൂടെ പോകാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ ഇവിടെ ഇരുന്ന തള്ളമാര് വഴക്ക് വരെ പറഞ്ഞാണ് പിന്നെ വണ്ടി വന്നത്. 12 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ മറ്റൊന്ന് എന്റെ ചെറുപ്പം മുതൽ എന്റെ അപ്പന്മാരുടെ കാലം മുതൽ എന്റെ വീട്ടിൽ കത്തിക്കുന്നത് കൽവിളക്കാണ്. അത് ദളിത് സംസ്കാരത്തിന്റെ ഭാഗമാണ് കൽവിളക്ക്. കൽവിളക്ക് ദളിത് സംസ്കാരത്തിന്റെ ഭാഗമേ അല്ല. അതുകൊണ്ട് കൽവിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണ് ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ഭാഗമായി മാറുന്നത്? നീ പ്യാൻറ്റിട്ടുകൊണ്ട് നടക്കുന്നതിന് ഇവിടെ നീയൊക്കെ അമ്മളെ കീഴിൽ കിടന്നാൽ മതിയടി. ഇന്നലെ വരെയൊക്കെ നീയൊക്കെ സാരി കിടന്നാൽ നീയൊക്കെ ഇപ്പം എന്തിന് ജീൻസ് ഇട്ടേന്ന് പറഞ്ഞ് ഭയങ്കര ചീത്തോളി വഴക്കാണ്. ഇനി അങ്ങോട്ട് ചെന്ന് എന്നെ അടിക്കുമെന്നാണ് അവിടെ ഉള്ള നാട്ടുകാർ പറയുന്നത്. ഇപ്പം എൻ്റെ ഭർത്താൻ്റെ വീട്ടിൽ ഏളമാനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് പോവല്ലേന്നാണ് അവർ പറഞ്ഞത്. ചെന്ന് കഴിഞ്ഞാൽ എന്നെ അടിക്കുമെന്ന് അവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് പ്യാൻറ്റ് ഇട്ടതുകൊണ്ട്. നമ്മളെന്നാൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മിക്ക മറ്റ് സമുദായക്കാരെല്ലാവരും ഇട്ടേക്കുന്ന കണ്ടതാണ്. അവർക്കൊന്നും ഇല്ലാത്ത ഒരു വെറൈറ്റി എന്താണ് ഈ കറുത്ത ജനത ഇടുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഒരു ഭയം എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. അതാണ് നമുക്കറിയാൻ വയ്യാത്തത്. എന്നാൽ മറ്റുള്ള എല്ലാവരും ഇടുന്നുണ്ടത്. പക്ഷേ ഈ നമ്മൾ കറുത്തവരിടുമ്പോൾ മാത്രമാണ് ഇവർ ഇത്തരത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് തിരിയുന്നത്. നമുക്കത് ഇടാൻ പാടില്ല. അപ്പോൾ അതൊരു എന്താണ് ഒരു ജീനിസായ ഒരു ഡ്രസ്സാണെന്നുള്ളത് ഈ ജനതയ്ക്ക് അറിയാം. അപ്പം ഞാൻ ഗീത ചാവറോട് അപ്പോൾ ഈ കറുത്ത ജനത അങ്ങനെ അത്ര ജീനിസ് ആവാൻ പാടില്ല. അവന്റെ എന്ന് കാക്കിയിട്ട് തന്നെ കിടക്കണമെന്നുള്ളതാണ്. അവര് നിരന്തരം നമ്മളെ കോളനികളിലെല്ലാം ഇത് തന്നെയാണ് പറഞ്ഞിട്ട് നീയൊക്കെ എന്ന് തലനൂരാൻ ശ്രമിക്കേണ്ട, എന്ന് നീയൊക്കെ ഇങ്ങനെ നമ്മളെ കാൽക്കീഴിൽ മാത്രം കിടന്നാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മളെ മുഖത്ത് നോക്കി സംസാരിക്കുക സ്ത്രീകളെ. ഇപ്പൊ പിന്നെ പോലീസിന്റെ അഴിഞ്ഞേട്ടും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളവിടെ ആരും തന്നെ പുരുഷന്മാരും തന്നെ ഇല്ല. എന്നിട്ട് ഒരു സ്ത്രീകളെ വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. സാരി മതി, നമ്മൾ ജീൻസ് അതായത് ടോപ്പാണല്ലോ, ജീൻസും ടോപ്പ് ഇട്ടാന്ന് പറഞ്ഞാൽ ആ ജനത ടോപ്പായെന്നാണ് ഒരു വെറൈറ്റി ഡ്രസ്സ്. അപ്പൊ നിങ്ങൾക്ക് എന്തിനാ ഒരു നീല ഡ്രസ്സ് എന്നുള്ള രീതിയിലാണ്. കറുപ്പിന്റെ ഭയം എങ്കിൽ മറ്റുള്ളവർ ഇടുന്നുണ്ട്, അവർക്ക് അതിന് ഭയമില്ല. കറുത്ത ജനത ഇടുമ്പോൾ മാത്രം അവർക്ക് ഭയമായി തോന്നുന്നു. അത് നമുക്കറിയാൻ വയ്യാത്തത്. ഷൂട്ട് ചെയ്തു, പക്ഷെ അത് അവർ മാറ്റി വെച്ചിട്ട് അവർ മറ്റു തരത്തിലാണ് അത് പിന്നെ പൊതുജനത്തെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഏഷ്യാനെറ്റ് മറ്റ് ചാനലുകളെല്ലാം തന്നെ പത്രങ്ങളിൽ വരുന്നത് അത്തരത്തിലാണ്. വീട്ടിൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർ കിടന്നിട്ട് അവരെന്ത് ഭീകര കാണിക്കുന്ന ആ വീട്ടിൽ കോളനികളിൽ കുടിലുകളിൽ കിടക്കുന്നവരെ രാത്രി കാലങ്ങളിൽ കയറി പിടിച്ചെടുത്തുകൊണ്ട് പോയിട്ടാണ് പറയുന്നത് അവർ ഭീകരെന്ന് ചിട്ടപ്പെടുത്തി ഉടനെ പത്രങ്ങളിലും കൊടുക്കും. ഇന്ന് പുറത്ത് കാണിക്കാത്ത ഒത്തിരി കൂടപ്പറപ്പുകളുണ്ട്. ഇവരൊക്കെ കയ്യിലിരിപ്പുണ്ട്. അവരൊക്കെ ഇനി ജീവനുണ്ടോ എന്ന് പോലും അറിയത്തില്ല. ഇന്നലെ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോഴാണ് അവര് നമ്മളെ വീട് കയറി പിന്നും നമ്മളെ അടിക്കാനും ചെയ്തത്. രാത്രി ആ പെങ്കൊച്ചുങ്ങൾ പറഞ്ഞല്ലേ അവരെ ഉപദ്രവിച്ചെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളിനെ പിടിച്ചെന്ന് പറഞ്ഞല്ലേ, പോലീസ് പിടിച്ചില്ലേ, പിടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞല്ലോ ആ 2 പെമ്പിള് പറഞ്ഞു അവർ ഉപദ്രവിച്ചെന്ന് പറഞ്ഞു. ആ പറഞ്ഞ കേട്ടോ നിങ്ങളൊക്കെ വന്നതിന് ശേഷം പോലീസ് വഴക്ക് പറഞ്ഞവരാ. നീ കണ്ടാടി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞതിന് ശേഷം ശിവസേനക്കാരുടെ പറഞ്ഞു കൊടുത്ത് നിങ്ങളങ്ങ് അടിച്ചേക്കാൻ പറഞ്ഞു രാത്രി വീട് കയറി. അങ്ങനെ വീട് കയറി അവരെ അടിച്ച് 2 പേർക്ക് ഉടുവസ്ത്രം പോലും ഇല്ലായിരുന്നു. ഉടുവസ്ത്രം പോലും ഇല്ലായിരുന്നു. ആൾക്കാർ കണ്ടവര് പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. ഇന്നലെ തന്നെ കണ്ടന്നെ അവിടെ വന്നപ്പോഴത്തേക്ക് ആ ബഹളം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ പിന്നെ മറുവഴിക്കാണ് ഇവിടെ വന്നത് തന്നെ. ആശുപത്രി ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് മുറിവില്ലാത്തോണ്ട് കിടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞെന്ന് പറയാം. ഭയങ്കര എറിയല്ലായിരുന്നു അവര്. രാത്രി ഭയങ്കര എറി അടി നടന്നപ്പോൾ അവിടെ അടിയും തീർന്നു. നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറയും എന്നെ അടിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കതവ് എല്ലാം കുത്തിയിട്ട് ഒളിച്ച് ഇരിക്കുകയാണ്. സത്യത്തിൽ നേരത്തെ ലൈറ്റുകളെല്ലാം ഒരു അച്ഛൻ മാത്രമേ നമ്മളെ വീട്ടിലുള്ളൂ, വേറെ ആരും നമ്മളെ വീട്ടിലില്ല. നമ്മളെന്തൊരു വേണം, നമ്മളെ ആമ്പിളരില്ല. ഉള്ള ആണുങ്ങളെ പിടിച്ചോണ്ട് പോയി. വീട്ടിൽ ഒരൊറ്റ ആമ്പിളങ്ങളില്ല, എല്ലാ എണ്ണത്തിനെയും പിടിച്ചോണ്ട് പോയി. അതിനെ ഇറക്കുന്നത് പോലും ഇല്ല, ഇറക്കാൻ പോലും വെക്കുന്നില്ല. എന്തൊരു നമുക്ക് കിടന്നുറങ്ങാൻ ഒക്കൂല. രാത്രി കതവും ചവിട്ടി തുറന്നൊക്കെയാണ് വീട്ടിൽ വന്ന് കയറി നിന്റെ സഹോദരങ്ങളുടെ ഭർത്താവ് എവിടെയെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കയറി ഇടുന്ന ഭയങ്കര ബഹളമൊക്കെയാണ് കാണിക്കുക. എന്നിട്ട് സ്ത്രീകൾ എന്തെങ്കിലും പറയണമെങ്കിൽ ഉടനെ ഭയങ്കര പള്ളുവിളിയൊക്കെയാണ്. ചീത്തയൊക്കെ പറയും. കൈപ്പറ്റി മുക്ക് വലിയ വിളക്കോളം അവിടെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ചീത്ത വിളിയൊക്കെയാണ്. എൻ്റെ ഭർത്താവിനെയും പിടിച്ചിട്ടേക്കാണ്. അനിൽ പിടിച്ചിട്ടേ
കൊലപാതക ശ്രമമെന്നും പറഞ്ഞ് തൊടുവേൽ അടിയെന്നും പറഞ്ഞാൽ പിടിച്ചിട്ടേക്കണം. എൻ്റെ സ്ഥലം കൈപ്പറ്റൂക്കിലാണ്. എന്നിട്ട് അവിടെ കിടന്നതിനെ പിടിച്ചുകൊണ്ടുപോയി തൊടുവേൽ അടി ഉണ്ടാക്കിയതെന്നും പറഞ്ഞാണ് പിടിച്ചിട്ടേക്കുന്നത്. ചിത്ര 4 ദിവസത്തിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവിനെ ഇതിനൊക്കെ വീട്ടിൽ സഹോദരനെ കാണണമെന്നും പറഞ്ഞ് വന്ന് എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഇവിടെ കാണാനില്ലെന്നും പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടാണ്. പിറ്റേന്ന് ചെന്ന് സ്റ്റേഷനിൽ ചോദിച്ചപ്പം പറഞ്ഞ് ആറ്റിങ്ങ സ്റ്റേഷനിൽ ചെന്നും പറഞ്ഞ് അവിടെ ഇല്ല. പക്ഷെ വൈകിട്ടാണ് അറിഞ്ഞാൽ കല്ലമ്പലത്തിന് സ്റ്റേഷനിലാണ് കിടക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ബിനു. അപ്പോഴും പോലീസുമാർ പറയുന്നത് നിങ്ങൾ ഇതിൽ പോവരുത്, ഇതൊക്കെ ചീത്തയാണ്, അതല്ല നീ വേല ചെയ്താൽ 100 രൂപ വീട്ടിൽ കൊടുക്കുക, ബാക്കി പൈസയ്ക്ക് എത്രയും മദ്യം കഴിക്കണം എന്നൊക്കെയാണ് പറയണത്. ഒരിക്കലും ഇതിനകത്ത് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ഇറക്കി വരികയും ചെയ്തു. പക്ഷെ കൂടെ ഇപ്പോഴും എന്റെ സഹോദരനെ തിരക്കിയും ഒക്കെ വീട്ടിൽ വരികയാണ് ചെയ്തത്. സന്തോഷ് അയാൾ കൈപ്പറ്റുമുക്കിലുള്ളത് തന്നെയാണ്. പക്ഷെ ഈ പോലീസുകാർ നിരന്തരം ശല്യം ചെയ്യുന്നത് പേടിച്ച് എവിടെയാണ് നിൽക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. പോലീസിന്റെ കയ്യിലുണ്ടാന്ന് തന്നെ നമുക്കറിയാൻ വയ്യാതിരിക്കുകയാണ്. എന്റെ പേര് ഇന്ദിര, കൈപ്പറ്റൂക്കിലാണ് സ്ഥലം. സന്തോഷിനെ തിരക്കാണ്. ഇന്നലെ 3 വണ്ടി പോലീസ് ഇന്നലെ വെളുക്കുന്നത് വരെ വണ്ടി കിടന്ന് കറങ്ങിയാണ്. വീട്ടിൽ കയറി നമുക്കൊന്നും ഉറക്കമില്ല. ഇത്രയും പകലൊന്നും ഉറക്കമില്ല. പിള്ളേരെ തന്നെ പേടിച്ചാണ് വീട്ടുകളിൽ കയറി വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് പേടിച്ചാണ് കിടക്കുന്നത്. നമുക്ക് വലിയ അടവൊന്നുമില്ല. നമ്മൾ ചെറ്റ വീടുകളൊക്കെയാണ് നമ്മളെ വീടുകൾ. ചവിട്ടിന് തുറക്കാവുന്നേ ഉള്ളൂ അവർക്ക്. അതിനകത്താണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പൊ എങ്ങനെ നമ്മൾ സുരക്ഷിതത്തോടെ കിടക്കും? നമ്മളെ സഹോദരങ്ങളാണ്, ഭർത്താക്കന്മാരും ആരും ഇല്ല വീട്ടിൽ. എവിടെയൊക്കെയാണെന്നവരും അറിഞ്ഞൂടെ. കൊച്ചുങ്ങളായിട്ടുണ്ട്. അവര് പേടിച്ച് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ 15 വയസ്സായ കൊച്ചുങ്ങളോരോപ്പോഴും കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിങ്ങളാണ് കുറ്റവാളി, നീയാണ് കൊലപാതകം ചെയ്തതെന്നും പറഞ്ഞൊക്കെയാണ് ആക്കുന്നത്. കുറ്റം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്റെ പേര് ബീന. എന്റെ സഹോദരനാണ് കടയ്ക്ക് ആശുപത്രിയിൽ ഇപ്പോഴും അഡ്മിറ്റ് ആയിട്ട് കിടക്കുകയുള്ളൂ. ഇത് ഈ തൊടുവേല പ്രശ്നത്തെ തുടർന്ന് അവർ പേടിച്ച് ഒളിവിലായിരുന്നു. അങ്ങനെ പോലീസ് അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞ് ഒരു വീട്ടിൽ വന്ന് നിന്ന് സ്റ്റേഷനിൽ ചെന്ന് അവർ സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങി അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ജോലി സ്ഥലത്ത് ഒരു വാർഡ് മെമ്പർ, സിറ പഞ്ചായത്തിന്റെ 1-ാം വാർഡിലെ മെമ്പർ സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതുപോലെ ആളിനെയും കൂട്ടി ചെന്ന് സഹോദരനെ അടിച്ചെന്ന് വെച്ചാൽ അടിച്ച് ഊപ്പാട് വരുത്തി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. പോലീസ് ഇതുവരെ അന്വേഷിച്ചിട്ടുമില്ല, തിരക്കിയിട്ടുമില്ല. കേസെടുത്ത് സ്റ്റേഷനിൽ അവർ പെറ്റീഷൻ കൊടുത്തിട്ടാണ് ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കുന്നത്. എന്താണെന്നോ ഏതാണെന്നോ ഇതുവരെ അവർ തിരക്കാൻ വന്നിട്ടില്ല. ഇന്ന് ഒരാഴ്ചയായി.